സന്ദീപ് ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? സന്ദീപിന്റെ തുടക്കകാലത്ത് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് കയറാൻ ശ്രമിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാഗ്നിറ്റോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമില് സന്ദീപിന്റെ ചില ഭാവങ്ങൾ കുറച്ച് അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നല്ലോ സന്ദീപ്. കുറച്ച് ഇതിലേക്കാണ് സന്ദീപ് വന്നത്. അതുപോലത്തെ കുറച്ച് ഭാവങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച പോലെ തോന്നി. അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് സന്ദീപിനുണ്ടോ ഇതില്, ഈ മൂവിയില്? ഇല്ല. Or I can't ask. You can ask, you won't get the answer. Oh, I can ask. Very nice. ഇല്ല, അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ഈ സിനിമയുടെ മൊത്തം നറേറ്റീവ് നമുക്കങ്ങനെ ഒരു പർട്ടിക്കുലർ ഇമോഷനിൽ എന്താ പറയാ, അത് കാണുന്നവരുടെ പെർസ്പെക്റ്റീവ് പോലെയാണ് ഇതെല്ലാം. ഈ സിനിമയുടെ ഫുൾ നറേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പറയാം. ഇതിൽ നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു സിനിമയല്ല ഇത്. ഒരു നറേറ്റീവ് ആണ്, ഒരു കഥയുടെ ഒരു ഫിക്ഷൻ, കംപ്ലീറ്റ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു നറേറ്റീവ് പോകുന്നു. അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നു. അങ്ങനെ ഉള്ള അവരുടെ ഒരു ലൈഫ് കാണിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഒരു ബേസിക് പറയാനായിട്ട്. അല്ലാതെ ഇതിലിപ്പോ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നുമില്ല. വിനീതേട്ടൻ, you're a legendary dancer. I'm a dancer. അത്ര പറഞ്ഞാൽ മതി. Legendary എല്ലാം ரொம்ப பெரிய വാർത്ത. ശരി. ഒരു സമയത്ത് ചേട്ടന്റെ വേറൊരു ഓറ മൂവിയിൽ ആസ് ആൻ ആക്ടർ കണ്ടു. എസ്പെഷ്യലി പാച്ചു അത്ഭുതവളക്കിലൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, പേഴ്സണാലിറ്റിയാണ് കണ്ടത്. വേറൊരു ഷെയ്ഡ് പോലെ തോന്നി. പിന്നെ ഞങ്ങൾ എല്ലാവരും ചേട്ടന്റെ ശബ്ദം കൊണ്ട് അങ്ങോട്ട് ഒരു ഞെട്ടിച്ചു. ലൈക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങള് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. Did you feel surprised about your potential with your sound? No, അതൊരു actually it was a coincidence and ഞാൻ പറഞ്ഞില്ലേ, it just fell in place. അങ്ങനെ ഒരു nothing was planned. I think പൃഥ്വിരാജ് wanted a different voice. അങ്ങനെയാണ് പ്രൊഡക്ഷൻ സിദ്ധു പനക്കൽ, സിദ്ധു ബയാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ രാജു wanted to know whether അങ്ങനെ വളരെ കാഷ്വൽ. ഐ വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ്സ് അനദർ ഏരിയ. ഐ നെവർ ഡബ്ഡ് ഫോർ അനദർ ആർട്ടിസ്റ്റ് ആൻഡ് ബിഗ് പ്രൊഫൈൽ ഫിലിം. സോ ഐ വാസ് കൺഫ്യൂസ്ഡ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിന്റെ മെയിൻ വില്ലൻ എന്റെ വോയിസ്. ഞാനത് അങ്ങനെയാണ്. ഞാൻ ഈശ്വര ലാലേട്ടന്റെ യങ് ബ്രദർ സിനിമകളും എല്ലാം എന്റെ ഒരു റിലേഷൻഷിപ്പ് ആസ് എൻ ആക്ടർ ഓൾസോ, വാട്ട് എവർ ഐ ഹവ് ഡൺ ഇസ് ലൈക്ക് ചേട്ടൻ ആൻഡ് ഓൾ ദാറ്റ്. So ഞാൻ വിചാരിച്ചു, how will my voice match? രാജു just wanted you to ഒന്ന് നോക്കാമല്ല, are you okay with that എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. So I said, why not, I'll just come and try. And because നമുക്കെല്ലാം ഈ ഡിഫറെന്റ് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യൽ ഇസ് എക്സൈറ്റിംഗ്. ഇതിൽ സിനിമയിലെ കൊറിയോഗ്രാഫി ഞാൻ ചെയ്തപ്പോഴും അതെന്റെ ഒരു ഏരിയ ആണ്. So I was so excited because film choreography is very different. You need to know the technicalities, അതിന്റെ എഡിറ്റിംഗ് ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ you need to keep a script for choreography. വെറുതെ ഒരു പാട്ടിങ്ങനെ ഇട്ട് ഇവിടെ അതെടുത്ത് അങ്ങനെയല്ല. There has to be a story line for a song also. അപ്പൊ ഇതിന്റെ കാര്യം അങ്ങനെ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു വിവേക് ഒബ്രോയിന്റെ ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, പിന്നെ ആ ക്യാരക്ടർ ഡെഫിനിഷൻ, അതാണ് അതിന്റെ കൂടെ ശബ്ദം must have added. അപ്പൊ അതിനുശേഷം ഭയങ്കരമായ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടാവല്ലോ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഐ ഹേർഡ് നമുക്ക് അഭിനയത്തിന് ശേഷം അവരുടെ കുറെ കൂടെ അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഡബിങ് സഹായിക്കും. Confidence is always there, not just because of that. അത് നമ്മള് by years of experience and working, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എവറി ഡേ ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. കോൺഫിഡൻസ്, യു ഹാവ് ടു ഹാവ് കോൺഫിഡൻസ് ബിക്കോസ് ആത്മവിശ്വാസമാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ അവിടെയെല്ലാം ഇങ്ങനെ അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ തീർന്നു. പക്ഷെ എന്ന് വെച്ച് ബ്ലൈൻഡ് ആയിട്ട് യു കാൻ ജസ്റ്റ് ഗെറ്റ് ടു എനിത്തിങ്. സി യുവർ ജോണർ, ആ ഏരിയ, ഓർ സംബഡി ഈസ് ദെയർ ടു ഹാൻഡിൽ യു. ആ ഡയറക്ടേഴ്സിന് നമ്മളെ പൊട്ടൻഷ്യൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നൊക്കെ വിശ്വാസമുള്ള സ്ഥലത്താണ് ആ കോൺഫിഡൻസ് വർക്ക് ചെയ്യുക. അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് ഞാൻ എത്രയോ കാലമായിട്ട് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഡബ്ബിങ്. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, അതൊരു പ്രോസസ് ഓഫ് ഒരു എക്സസൈസ് ആണ്. നമ്മൾ സ്വയം ഡബ് ചെയ്യുന്നതിലൂടെ യുവർ മോഡുലേഷൻ ഇംപ്രൂവ്സ്, യുവർ വോയിസ് ഇംപ്രൂവ്സ്. ബിക്കോസ് ഡബ്ബിങ് ഇസ് എ വെരി ടഫ് ആർട്ട്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഈ പറയുന്ന പോലെ അല്ല, ഈ ഇപ്പം ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് അതേപോലെ റീക്രിയേറ്റ് ചെയ്ത് യു ഹാവ് ടു ഡബ് ദ ഹോൾ ഫിലിം എന്നുള്ളത് ഇറ്റ്സ് എ വെരി സ്ട്രെനുവസ് പ്രോസസ്. അതിപ്പം നമ്മൾ നൃത്തത്തിലും സംഗീതത്തിലൊക്കെ പറയുന്ന പോലെ സാധകം ചെയ്യാന്ന് പറയുന്ന പോലെ ഡബിങ് ഇസ് എ സാധകം. അതുകൊണ്ടാണ് നിങ്ങൾ ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇത്രയോ വർഷത്തെ അവരുടെ സാധകം ചെയ്താണ്
voice, you see their power of അവരുടെ ഒരു വോയിസിന്റെ പവർ യു കെൻ ഫീൽ. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് പോലെ. അതേപോലെ കണ്ണ് ഇത്രയും കൊല്ലം, അതായത് യു ആർ ടോക്കിംഗ് അബൌട്ട് ഗ്രേറ്റ്സ് ഓൺ ഓൾമോസ്റ്റ് എവറി ഡേ ദേ ആർ ഷൂട്ടിംഗ്. ദിസ് ഇസ് എൻ എക്സസൈസ്. ഇപ്പൊ ഡാൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും. അതുപോലെ ആക്ടേഴ്സിന് ദിസ് പ്രോസസ് ഓഫ് ആക്ടിങ്, ഇമോട്ടിങ്, കണ്ണിത് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ആ ഐസിൽ ആ പവർ കയറും. അതാണ് നമ്മൾ പല ആക്ടേഴ്സിന്റെയും ഭയങ്കര ഇന്റൻസ് ആയിട്ട് തോന്നുന്നത് അവരുടെ കണ്ണ്. ലൈക്ക് ഗ്രേറ്റ് കഥകളി ആചാര്യൻസ്, ഡാൻസേഴ്സ്, their eyes will speak. That is years of practice. So this dubbing is an art. So അത് just happened and for me it was ഒരു another area. And അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3-4 പടങ്ങൾ എല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പോയി ചെയ്തതല്ല. പക്ഷെ ഐ ടുക്ക് എ കാർഡ്, ഒരു യൂണിയന്റെ കാർഡ് എടുത്തിട്ടാണ് ഞാൻ ലൂസിഫറും ഡബ് ചെയ്തത്. റെസ്പെക്ടിങ് ദ യൂണിയൻ റൂൾസ്, ബിക്കോസ് യു നീഡ് ടു ബി എ മെമ്പർ. കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും ഞാൻ ആ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഐ ഡിഡ് കൊറിയോഗ്രാഫി. എങ്ങനെയായിരുന്നു ഇവരൊക്കെ മോൾഡ് ചെയ്തപ്പോ? അത് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ലൈക്ക് നമ്മളെ ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് വെർസറ്റൈൽ ആക്ടേഴ്സാണ്. അപ്പോൾ അവരെ മോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അത്ര ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും നമ്മൾ ആദ്യം തന്നെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ ആ രീതിയിൽ അവർ കറക്റ്റായിട്ട് ആ ഒരു ഫസ്റ്റ് നറേഷൻ തന്നെ ഒരുവിധം അവർക്ക് കിട്ടിയിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. എനിക്കൊന്ന് അതിന് ശേഷം ഉണ്ടായ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര വലിയ ടെൻഷൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ ഇതിലുള്ള ഡയലോഗ്സ് എല്ലാം, ബാഹുലിന്റെ പെർട്ടിക്കുലർ ഡയലോഗ്സ് എല്ലാം ഒരു യൂണിക് ഡയലോഗ്സ് അല്ല, കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ഡയലോഗ് എപ്പോഴും ബാഹുലിന്റെ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ട്രെയിലേഴ്സിലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മോൾഡ് ചെയ്യാനാണ് കുറച്ചൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സ് ആക്ച്വലി. അതിലേക്ക് ഇവരെത്തിപ്പെടുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുവരിക എന്നുള്ള ആ പ്രോസസ്സ് എനിക്ക് വന്ന് കുറച്ച് ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ അവർ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയായി. പിന്നെ സന്ദീപ് എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സന്ദീപ് മുന്നേ നമ്മൾ ഫാലമിയിൽ നിന്നും കണ്ടതാണ്. അപ്പോൾ ഫാലമി അന്താക്ഷരി എന്നോട് ബാഹുല അന്താക്ഷരിയിലാണ് പറയുന്നത്, ഇങ്ങനെ ആ പയ്യനെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നുള്ള. അപ്പോൾ അപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് ഓക്കെ ഫൈൻ, ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ. കറക്റ്റ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റും വന്നു. നമ്മൾ സന്ദീപിനെ സമീപിച്ചു. അപ്പം ഈസിയായി ആക്ച്വലി. എന്താ പറഞ്ഞാൽ അതാണ് എല്ലാ ആർട്ടിസ്റ്റും ഇതിൽ അത്രയും നല്ല ടാലൻറ്റ്. എന്താണ് ഇക്കോ എന്നുള്ള പേര്? അതുപോലെ തന്നെ ഈ ആനിമൽ ട്രയോളജിയും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഭയങ്കര ഒരു ബന്ധം ആനിമൽസും കാടുമായിട്ട് ഉണ്ടെന്ന് കിഷ്കിന്ധാണ്ട മുതലേ മലയാളികൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക്. ആക്ച്വലി എക്കോ ആണ്. ഓക്കെ, ഇക്കോ അത് പ്രൊണൗൺസിയേഷൻ EKO എന്നുള്ളത് ഇട്ടതാണ്. എക്കോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ EKO എന്ന് തന്നെ ഇട്ടാലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. ലൈക്ക് അത് മോസ്റ്റ്ലി നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന മീനിങ്സ് ആണ്. ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ അതും നമ്മളെ പാർട്ട് ഓഫ് മീൻസ് ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ ഏതോ ലാംഗ്വേജിൽ കണ്ടു സ്ട്രോങ്, അങ്ങനത്തെ ചില വേർഡ്സുകളിൽ നമ്മുടെ പടത്തിനുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നി. നമ്മൾ കുറേ ട്രൈ ചെയ്ത് പേരുകൾ ഒരു യൂണിക് നെയിം കിട്ടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, യാത്രയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പോസ്റ്റർ റിലീസിന്റെ മീൻസ് ടൈറ്റിൽ പോസ്റ്റർ റിലീസിന്റെ സമയത്താണ് നമ്മൾ വിത്തിൻ ഒരു 1 വീക്ക് ബിഫോർ ഞങ്ങൾ കുറേ പേരുകൾ എഴുതിയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ആയിരിക്കും, ഇതെങ്ങനെയുണ്ടാവും. അപ്പോൾ മലയാളം പേരുകളൊന്നും ചേർച്ചയില്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ ഏതോ ഒരു സമയത്താണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഒരു പേരിൽ ഞാൻ ബാഹുലിനോട് എക്കോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചപ്പം ബാഹുലി പറഞ്ഞു, ഇത് നമ്മളെ എല്ലാം കൊണ്ടും കണക്ഷൻ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് അതിന് റിസർച്ച് ചെയ്തപ്പോൾ എല്ലാം കൊണ്ടും നമ്മളെ പേരിന് ആപ്റ്റായിരുന്നു. അപ്പോൾ ഈ ആനിമൽ ട്രയോളജി എന്ന് പറഞ്ഞാൽ ബാഹുലിൻ്റെ 3ാമത്തെ ഒരു റൈറ്റിംഗ് ആണ് ആക്ച്വലി. കിഷ്കിന്ധാട കഴിഞ്ഞിട്ട് കേരള ക്രൈം ഫയൽസ് വന്നു, പിന്നെ നമ്മുടെ ഇതും എക്കോവും. അപ്പം നമ്മൾ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി ചില സമയം ഇങ്ങനെ ഒരു പടം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മനസ്സിലായില്ലേ? അതാണ് എന്താ പറഞ്ഞാൽ അത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ പല രീതിയിലും ഇതിന് നമ്മൾ അത്രക്കും എല്ലാവരും നമ്മുടെ ടീം ആയാലും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത പാടാണ്. എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി അത്രത്തോളം നമ്മളെ എന്താ പറയുക ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും അന്നൊന്നും ഒരു തരത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ടിന്യൂസ് റെയിൻ. അപ്പോൾ റെഡ് അലേർട്ട് ആയിരുന്നു. പല മൂവീസും നിർത്തി വെച്ചു. അപ്പോൾ ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെ മൂവി നിർത്തി വെച്ചിട്ടുണ്ട്, പല മൂവീസിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ രാവിലെ എണീറ്റിട്ട് അത്രയും മഴയായിട്ട് ഞാൻ ഷാഫിഖിനെ വിളിക്കുന്നത്. ഷാഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോളറാണ്, ഷാഫി ചമ്മാട്. അപ്പം ഷാഫിക്ക ഇന്ന് നടക്കുമോ, അത് കണ്ടിന്യൂസ് ട്രെയിനാണ്. അപ്പോൾ ഷാഫിക്ക ഭയങ്കര കൂളായിട്ട് പറയണം, നെഞ്ചത്ത് ഞാൻ മലയുടെ മുകളിലാണ്, നിങ്ങൾ വന്നു, നിങ്ങളുടെ ലൊക്കേഷനിലാണ്, നിങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് അത്രയും പോസിറ്റീവുള്ള ടീമായിരുന്നു ആക്ച്വലി. ഇത് പറയുന്നത് എത്ര മണിക്കാരാ? 5 മണിക്ക് രാവിലെ 6 മണിക്കാണ് മലയുടെ നമ്മൾ ബൈ ദ ടൈം വി റീച്ച് 7 എവരിബഡി ഹാസ്. സോ ഇവര് ദേ കം ബൈ 5-6 എന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടി വർക്ക് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിന്റെ സ്ട്രോങ്നെസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ എക്കോടെ സ്ട്രോങ് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ ടീം ക്രൂ ആയാലും. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇതുകൊണ്ട് 2-3 ദിവസം തന്നെ ഹെവി റെയിൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കോമ്പിനേഷൻ ഇല്ലാത്ത. അപ്പം ഈ പറഞ്ഞ പോലെ ഇടിമിന്നലൊക്കെയാണ്. അപ്പോൾ രാവിലെ അറിയാം ഇത് വർക്കൗട്ട് ആവില്ല, ഇന്ന് വർക്കൗട്ട് ആവില്ല. കുറച്ച് കഴിയുമ്പോൾ 7 മണിയാകുമ്പോഴേക്കും പുറപ്പെടില്ല ഇന്ന് കൺഫ്യൂഷൻ. അപ്പോൾ 2-ാമത്തെ ദിവസം അതിലേറെ ഇതാണ്. റെഡ് അലേർട്ടിൻ്റെ ഒക്കെ പീക്കിൽ നിൽക്കുമ്പോൾ ഇന്നെന്തായാലും അപ്പോൾ വീണ്ടും നമ്മൾ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവന്മാര് കൊള്ളാം. പക്ഷെ എനിക്ക് ആദ്യം പോയപ്പോ തന്നെ എനിക്ക് എന്ത് മഴയുണ്ടെങ്കിൽ അല്ല അത് ജനറലി ഒരു മഴയും ഭയങ്കര ഹെവി റെയിനൊക്കെ ഒന്നുണ്ടാവില്ല. റിലാക്സ്ഡ്. അന്ന് എനിക്ക് ഓവർ റെസ്പോൺസ് ആ സീൻ എടുക്കലില്ലാത്ത ടൈം ഇന്നെന്തായാലും അങ്ങനെ നടന്നിട്ടുണ്ട്. അല്ല സി ജോക്സ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് വർക്ക്. പേരിന്റെ കാര്യം ഇപ്പൊ ഒരു തമാശ പറയണം. നമ്മുടെ പൂജയുടെ പിറ്റേ ദിവസം ഏതോ ഒരു ഫാൻ പേജ് ആണ് ഇവരുടെ ഫാൻ പേജ് എനിക്ക് ഇൻസ്റ്റയില് ദിൻജിത് ബാഹുൽ, സന്ദീപ് പ്രദീപ്, നരേൻ എല്ലാ ആർട്ടിസ്റ്റിന്റെ പേരിട്ടിട്ട് ആരണ്യകാണ്ഡം അവര് പേരിട്ടു. ആരണ്യകാണ്ഡം ഇട്ടിട്ട് ഫോർ എ സെക്കൻഡ് ഞാൻ നമ്മള് സംടൈംസ് ഇപ്പം നമ്മൾ പടങ്ങൾ ചെയ്യുമ്പോൾ അവർ അയച്ചു തരും ഫോർ യു ടു ഷെയർ. ബിക്കോസ് ഐ എം വെരി ബാഡ് ഇൻ ഇൻസ്റ്റാ ആൻഡ് ദിസ് തിങ്, വെരി ലോ പ്രൊഫൈൽ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം തന്നെ ഞാൻ ചിലപ്പോ എന്റെ മോളോടൊക്കെയാണ് ചോദിക്കുക, ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം, ഇതൊന്നും എനിക്കറിയില്ല. സോ സംബഡി സെൻഡ് ദിസ് ടു മീ. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വെച്ചു ആരണ്യകാണ്ഡം, ഓക്കെ. ഞാൻ ഷെയർഡ് ഇറ്റ്. അതായത് ബ്യൂട്ടിഫുൾ ഡിസൈൻ, ഒരു ഇന്റൻസ് ഫോറസ്റ്റില് സന്ദീപിന്റെ ഒരു ഇത് ഞാൻ തോപ്പിട്ട് എവിടെയോ എബ്രോഡ് ഏതോ പോയ ആ ഒരു പിക്ചർ, നരേന്റെ ഒരു പിക്ചർ, 3 വെരി നൈസ്ലി ഡിസൈൻഡ്. സോ ഇറ്റ് വാസ് സോ കൺവിൻസിങ്. പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ ഡോണ്ട് തിങ്ക് ദേ ലെവർ ഡു ദിസ്. ഇങ്ങനെ ഒരു പേരെന്തായാലും അവരിടില്ല. അതാണെന്ന് വിചാരിച്ചോ? അത് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്തു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ വന്നിട്ട് ദിഞ്ചത്തോട് അയ്യോ അല്ലല്ല പേര് ചെയ്യുന്നതല്ല ഒരിക്കലും ഇല്ല അന്ന്. അങ്ങനത്തെ തമാശ ഉണ്ട് പേര്. ബട്ട് ആക്ച്വലി ഇഫ് യു തിങ്ക് നോ വൈ നോട്ട് കിഷ്കിന്ധാകാണ്ഡം ആരണ്യകാണ്ഡം വൈ നോട്ട്. എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും അതിന്റെ പുറത്ത് ക്രിയേറ്റീവ് ആണെന്നറിയോ? അത്രയും എക്സൈറ്റഡ് ആണ്. ഒരു നല്ല പടം ഇറങ്ങുക പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അല്ല ഇത് നല്ല ഡിസൈൻ ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ കൺവിൻസ് എന്ന് പറയുമ്പോ ഇന്ത്യൻ ലുക്കിലേക്ക് ഒരു മെയ്ഡപ്പ് ഇതൊന്നും അല്ല. സദ്യ പോയിട്ടില്ല. അത് നമ്മളെ പൂജയുടെ പിറ്റേ ദിവസം നല്ല ഗംഭീരായിട്ടുള്ള ഒരു ഡിസൈൻ. പക്ഷെ അത് എനിക്കൊന്ന് ഞാൻ നോക്കിയില്ല, ആരാ അയച്ചതെന്നൊന്നും നോക്കിയില്ല. ബ്ലൈൻഡ് ആയിട്ട് പിന്നെയാണ് ലൈറ്റ് എത്തിയത്. ഒരിക്കലും ഒരു ആരണ്യകാണ്ഡം എന്തായാലും ഇടൂല. സന്ദീപ് എപ്പോഴും ഇങ്ങനെയാണോ? ഭയങ്കര സോഫ്റ്റ് എന്നല്ല പറയണ്ട, സോഫ്റ്റ് കുറച്ച് കുറഞ്ഞു പോകും പറഞ്ഞ. അതിലും കുറച്ചും കൂടെ സീരിയസ് ആണോ സന്ദീപ്? സൈലന്റ് ആൻഡ് സീരിയസ്. ഇച്ചിരി സീരിയസ് ആണ്. ചിരിച്ചിട്ടില്ല ആള്, കുറച്ചേ ചിരിച്ചിട്ടുള്ളൂ. അത് അവന്റെ ആക്ച്വലി നമ്മളെല്ലാം സീരിയസ് ആകുമ്പോൾ സീരിയസ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ അവന്റെ ടീം അവന്റെ ഒരു വൈബ് വേറെ. പക്ഷെ he's a very focused artist and very disciplined artist. Yeah, it was a treat for me because I had a lot of combination. And we became buddies. I used to call him Sandy Boy. Okay. And നമ്മള് മ്യൂച്വലി സന്ദീപിന്റെ പല കഥകളും ഞാൻ ബിക്കോസ് ഞാൻ ഭയങ്കര എനിക്ക് ആദ്യം ആക്ച്വലി
ഇവര് മച്ച് ബിഫോർ അല്ലെ ആലപ്പുഴ ജിംഖാനയും ഇതിനൊക്കെ എത്രയോ മുമ്പ് ഇവര് ഫൈനലൈസ്. ഓക്കെ. സോ ഞാൻ ജനറലി ഐ നെവർ ആസ്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന റോൾ ആരാണ് അതൊന്നും ഞാൻ ചോദിക്കും. ഞാൻ ടുവേർഡ്സ് എൻഡ് ദേ വിൽ ടെൽ മീ ഇന്ന ആർട്ടിസ്റ്റ് ആണെന്നാണ്. ലൈക്ക് സോ ഇതും വി ഡിഡ്ന്റ് ഡിസ്കസ് അബൌട്ട് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എന്തോ വേറെ എന്തോ ഒരു ആവശ്യത്തിൽ നമ്മൾ ഈ ഗെറ്റപ്പ് ഡിസ്കഷൻ ഒക്കെ പറയുമ്പോൾ ഡേറ്റിന്റെ കാര്യം പറയും. ഇങ്ങനെ സന്ദീപ് ആണ് പെർട്ടിക്കുലർ റോൾ ചെയ്യുന്നത്. ഐ മീൻ ദറ്റ് ഈ ഇതിലൊരു പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഏത് സന്ദീപ്, ബിക്കോസ് ഐ ഹാഡ് നോ ക്ലൂ. ഐ ഹാഡ് സീൻ ഫാലുമി അല്ല, അതെ അത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ല. ബിക്കോസ് അന്ന് ലോട്ട് ഓഫ് ബ്രില്യൻറ്റ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ്. അപ്പം അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ഫോളോയിങ് ഒന്നും എനിക്കില്ലായിരുന്നു അബൌട്ട് ഹൂ ഈസ് ഡൂയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ള. then I asked him who, അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ബിഫോർ ഹി ബിക്കേം ഒരു ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ട് ഈ ആലപ്പുഴ ജിംഖാനൊക്കെ കഴിഞ്ഞപ്പോഴാണല്ലോ ആ സ്റ്റാർഡം പുള്ളിയിലേക്ക് വരുന്നത്. പടക്കളം മച്ച് ബിഫോർ ദാറ്റ് ദേ ഹാഡ് ഫൈനലൈസ്ഡ്. ഞാനത് ഓർക്കായിരുന്നു കേട്ടോ ശരിക്കും. ഇതാണ്. പിന്നെ ഞാൻ ജിംഖാന കണ്ടിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് മീറ്റ് ചെയ്യുന്നത് സെറ്റില്. ഓക്കെ. സോ ഐ വാസ് സിറ്റിംഗ്, നമുക്ക് വി ഹാഡ് രണ്ട് ഇതാണ് കാരവാനിൽ. ഒരു സൈഡിൽ എന്റേതായിരുന്നു സന്ദീപ്. ഞങ്ങൾ ഇവൻ വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഐ ജസ്റ്റ് ജംപ്ഡ് അപ്പ് ആൻഡ് ഹഗ്ഡ് ഹിം ബിക്കോസ് ഇത് കണ്ടതിന്റെ പിക്ചേഴ്സ് ആയിരുന്നു. പിന്നെ എനിക്കതൊരു 1 മണിക്കൂർ ആലപ്പുഴ ജിംഖാന തന്നെ ആയിരുന്നു കംപ്ലീറ്റ്. ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ, ഡൗട്ട്സ്, ഇതെങ്ങനെയാണ് അത് ചെയ്തത്, അതിങ്ങനെയാണ് ഡയറക്ടറുടെ ഒരു പ്രോസസ്സ്. ഇവര് നസ്ലിനും ഈ അസാധ്യം പെർഫോമൻസിൽ എല്ലാവരും ഈ യങ്സ്റ്റേഴ്സിന്റെ ഒരു വൈബ്. സോ ഓൾ ദാറ്റ് ഹി വാസ് ഷെയറിങ്. പിന്നെ അങ്ങനെ വി ബിക്കേം വെരി ഗുഡ് ബഡീസ് ആക്ച്വലി. അവിടെ സീനിയർ ജൂനിയർ ഒന്നുമില്ല. സന്ദീപിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം വേറിട്ട ക്യാരക്ടേഴ്സ് ആണ്. ഫാലുമിയിൽ യു ആർ ഡിഫറെന്റ്, ജിംഖാനയിൽ ഡിഫറെന്റ്, പടക്കളത്തിൽ യു ആർ ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് മാസ്, കുറച്ച് കലിപ്പൻ. ഇത് അതിലും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും എന്ന് പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. അത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു കരിയറിൽ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ബാക്കി സിനിമകളൊക്കെ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി, അല്ലെങ്കിൽ നമുക്ക് ഡയലോഗ്സ് ആണെങ്കിലും ട്വീക്ക് ചെയ്യാം, എല്ലാ രീതിയിലും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഇത്. കംപ്ലീറ്റ്ലി എൻവയോൺമെന്റൽ വൈസ് ആണെങ്കിലും എൻ്റെ സ്ക്രീൻ പ്ലേ എന്താ പറയുക ചെയ്യുന്ന സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്കൊരു പുതിയ അപ്രോച്ചായിട്ടാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ എനിക്കിത് പേഴ്സണലി ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്പേസും ആസ് ആൻ ആക്ടർ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ ലൈക്ക് ഈ ടീമിന്റെ അടുത്ത് നിന്ന് ഒരു വിളി വന്നപ്പോൾ? ബിക്കോസ് ജിംഖാന വന്നിട്ടില്ല, പടക്കളം ആയിട്ടില്ല. അങ്ങനെ ഒരു സമയത്ത് ഇത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവി എന്നൊരു കോള് വന്നപ്പോഴത്തേക്കും ഗ്രോയിങ് അല്ലേ ആ സമയത്ത്? ഞാൻ ഫാലുമിയും അന്താക്ഷരിയും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് രഞ്ജിത്തേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാനപ്പോ തന്നെ ഓടിച്ചെന്നു. നേരെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സോ സ്വീറ്റ്. ലൈക്ക് മൊത്തത്തില് എനിക്ക് ആ ഒരു എന്താ പറയാ ആസ് എ ന്യൂ കമ്മർ എന്നുള്ള രീതിയിലല്ല എന്നെ ട്രീറ്റ് ചെയ്തത്. ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പം തന്നെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ തന്നു. അപ്പം ആസ് എ ന്യൂ കമ്മർ എനിക്കത് പെട്ടെന്ന് തരേണ്ട ആവശ്യമില്ല, ഫുൾ തന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അത് നെയിം ഈസ് ഇനഫ്, അത് കിഷ്കിന്ധാകാന്ഡം ടീം എന്നുള്ളത് നെയിം ഈസ് ഇനഫ്. പക്ഷെ അവർ ആ ഒരു കൺസിഡറേഷനും കൂടെ തന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. കാര്യം ബാഹുലേട്ടൻ എഴുതി വെച്ചേക്കുന്നത് അത്രയും വായിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ സ്ക്രീൻ പ്ലേ ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും, വായിക്കാൻ നല്ല രസമുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ അതിനുശേഷം ഇവർ പിന്നെ ഡെഫിനറ്റ്ലി കോൺഫിഡൻസ്, നമുക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാ ആക്ടേഴ്സിനും ഒരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം എനിക്ക് ഒരു പേഴ്സണൽ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇവർക്ക് ആരെ വേണം ചൂസ് ചെയ്യാം. ആഫ്റ്റർ ദ സക്സസ് ഓഫ് കിഷ്കിന്ധാകാന്ഡം ഏത് ആക്ടറിന്റെ അടുത്തും അവർക്ക് ഈസിലി അപ്രോച്ചബിൾ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആസ് എ ന്യൂ കമർ എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്തായിരുന്നു ആ കണ്ടത്? ഇല്ല, ഞങ്ങൾക്ക് കുറെ ഓഫേഴ്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ ബിലീവ് അല്ലല്ല അങ്ങനെയല്ല, ഈ റോളിലേക്കല്ല. നമ്മൾ ഇപ്പൊ നമുക്ക് പുതിയ നെക്സ്റ്റ് കിഷ്കിന്ധാകാന്ഡം നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാര് ലൈക്ക് ഓക്കെ വലിയ പടങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് സ്റ്റാർ കാസ്റ്റ് ലൈക്ക് മോഹൻലാൽ, മമ്മൂട്ടി, എല്ലാവരും ചിന്തിക്കുക അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. നെക്സ്റ്റ് മമ്മൂട്ടിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ വെച്ചിട്ടോ ചെയ്യും എന്നുള്ള രീതിയിലാണ് എല്ലാം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പടം, നല്ല കണ്ടന്റ്, എത്രയും പെട്ടെന്ന് ചെയ്യുക.
ഇതാണ് നമ്മുടെ ഒരു മോട്ടീവ്. Nice. അപ്പോൾ അല്ല, ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെയായിരുന്നു. എപ്പോഴും ഈ ഒരു ഡിലേ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്രസ്ട്രേഷൻ, ആസ് എ ഡയറക്ടർ ഫിലിം മേക്കർ നമുക്കൊരു ഫ്രസ്ട്രേഷൻ തുടങ്ങും. എത്രയും പെട്ടെന്ന് നല്ല വർക്കബിൾ ആവുന്ന പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ബാഹുലു ഒരു ടൈമിൽ തന്നെ കിഷ്കിന്താടിന് മുന്നേ എഴുതിയ സബ്ജക്റ്റ് ആയിരുന്നു. കിഷ്കിന്താടിൻ്റെ പ്രീ ടൈമിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും പോയത്. പിന്നെ എല്ലാ സെയിം ടീമായിരുന്നു നമ്മുടെ ക്രൂസ്, എല്ലാ ആൾക്കാരെല്ലാം നമ്മളെ സെയിം ആയതുകൊണ്ട് ഈസി ആയിരുന്നു. കുറച്ചും കൂടി ഡിസ്കഷൻ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പോകാൻ പറ്റി. പിന്നെ ഓക്കെ, കറക്റ്റായിട്ട് ആക്ടറിനെ പിടിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എന്നുള്ള തീരുമാനിച്ചു. പിന്നെ ഓക്കെ, സന്ദീപിൻ്റെ ടാലൻറ്റ് നമുക്ക് പറയാം. മീൻസ് കണ്ട പടങ്ങളെല്ലാം നമ്മൾക്ക് അന്നത്തെ സമയത്ത് ഫാലിമിയെല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തത്. ഇപ്പോൾ ബാഹുല് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആ ഫാലിമിയിലെ ആക്ടറല്ലേ എന്ന് പറഞ്ഞാൽ അത്രയും നോട്ടീസബിൾ ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ ഭയങ്കര ടൈമിംഗ് ആണ്. ഞാൻ അന്ന് ബാഹുലിനോട് പറഞ്ഞത് നല്ല ടൈമിങ്ങുള്ള ആക്ടറാണ്. കറക്റ്റ് എവിടെ ഹിറ്റ് ചെയ്യണോ അവനറിയാം. ആ രീതിയിലുള്ള ആക്ടറും നമുക്ക് ഈസിയാണ് ആക്ച്വലി. അപ്പോൾ ഓക്കെ, ഈ സബ്ജക്റ്റ് വന്നപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ന്യൂ ജനറേഷൻ പയ്യന്മാരിലെ ഏറ്റവും എനിക്ക് താല്പര്യം തോന്നി. സോ വി ഡിസൈഡഡ് ഓക്കെ. ഐ നോ നമ്മൾ എക്കോടെ പ്രൊമോഷൻ ആണ് ഇരിക്കുന്നത്, ബട്ട് വെൻ യു റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഞങ്ങൾക്ക് മലയാളികൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല ഈ ചോദ്യം. ജനനായകൻ വിജയുടെ ലാസ്റ്റ് പടമാണ്. അതിന്റെ എന്തെങ്കിലും വിശേഷങ്ങൾ? പൊങ്കൽ റിലീസ് നടക്കുന്നു. ഡിസംബർ എൻഡിൽ ഓഡിയോ ലോഞ്ച് ഉണ്ടാവും. അത് ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോളാം. അല്ല, അതില് ഞാനൊരു സോർട്ട് ഓഫ് ഗസ്റ്റ് റോളാണ്, ബട്ട് ക്വൈറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഐ ഹാവ് എ കോമ്പിനേഷൻ വിത്ത് തലപതി. നല്ലൊരു ഉള്ള സീൻ വളരെ നല്ല ഇൻറ്റൻസ് ആൻഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീൻസാണ് രണ്ടുപേർക്കും. And it was a delight working with him. One of the biggest superstars in വളരെ ക്ലോസ് ആയിട്ട് ആൻഡ് വെരി ഫ്രണ്ട്ലി കോൺവെർസേഷൻസും എന്നാൽ വളരെ ഇൻറ്റൻസ് സീനും ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾ വാസ് എ ഡിലൈറ്റ് ആൻഡ് ഇറ്റ്സ് കം ഔട്ട് വെൽ. Okay, thank you for saying that. And it was very nice talking to you. ഞാൻ പ്രത്യേകിച്ച് ഇതിന് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മളെ എക്കോ നിങ്ങൾ തിയേറ്ററിൽ കാണണം. എല്ലാ മൂവിയുടെയും അവസാനം നമ്മളങ്ങനെ പറയാറുണ്ട്, നിങ്ങളിത് തിയേറ്ററിൽ വെച്ച് കാണണം, ഇത് ഇന്ന ദിവസം റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കങ്ങനെ പറയേണ്ട ഒരു ആവശ്യം പോലും തോന്നുന്നില്ല, ബിക്കോസ് എവ്രിബഡി ഈസ് കട്ട് വെയിറ്റിംഗ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടുഗെദർ ദിസ് ടാസ്ക്. എന്തെങ്കിലും പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ. അതായത് ഞാൻ അഭിനയിച്ച ആളെന്ന നിലയിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അതാണ് ഇപ്പോഴത്തെ ഒരു ഹൈ ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി ദ യങ്ങർ ജനറേഷൻ. സോ അതൊരു അബ്സല്യൂട്ട് ട്രീറ്റ് ആയിരിക്കും ഈ പടം. സെയിം തിങ്, തിയേറ്റർ എക്സ്പീരിയൻസ്, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഒരു അനുഭവം തന്നെയാണ് നിങ്ങളത് കണ്ടിട്ട്. അതെ, സോ ഡോണ്ട് വെയിറ്റ് ഫോർ OTT വേഗം പോവാ. അതെ അതെ. താങ്ക് യു. Thank you. Nice talking to you.